ആശാവർക്കർമാരുടെ കാര്യത്തിനകത്ത് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു, കുറേയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് സ്റ്റേറ്റ്മെൻറ്റും വന്നു. ആശാവർക്കർമാരായിട്ടുള്ള സഹോദരിമാരോട് ഗവൺമെൻറ്റിന് വളരെ അനുഭാവമായ സമീപനമാണുള്ളത്. അതുകൊണ്ടാണല്ലോ പല സംസ്ഥാനങ്ങളിലും 1000ഉം 1200ഉം 1400ഉം കൊടുക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും ഉയർന്ന തരത്തിലേക്ക് നമ്മൾ അവർക്ക് സ്കീം വർക്കേഴ്സ് എന്ന നിലയിൽ അവരുടെ ആനുകൂല്യം കൊടുക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പണം കിട്ടാതിരുന്നിട്ടും നമ്മൾ അഡ്വാൻസ് ചെയ്ത് കൊടുക്കുന്നു, അതിന് ബുദ്ധിമുട്ട് വരുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇന്ത്യയിലെ ഈ പല സംസ്ഥാനങ്ങളിലും തീരെ കുറച്ചാണ് കൊടുക്കുന്നത് നിങ്ങൾക്കറിയാം. പക്ഷേ കേരളത്തിൽ അങ്ങനല്ല, അത് വർദ്ധിപ്പിച്ചു കൊടുക്കണമെന്നുള്ള ആവശ്യം സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ 2 കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള ബഡ്ജറ്റിന് മുമ്പായി നടന്ന ചർച്ചയുണ്ട്. പ്രീ ബഡ്ജറ്റ് മീറ്റിംഗ് വിളിക്കാറുണ്ട് കേന്ദ്ര ധനകാര്യമന്ത്രി. ആ 2 മീറ്റിങ്ങിലും കേരളം സ്കീം വർക്കേഴ്സ് അടിസ്ഥാനപരമായി കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളാണ്. അപ്പോൾ അതിൻ്റെ ശമ്പളമല്ല അവരുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കണം, അലവൻസ് വർദ്ധിപ്പിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ വിതരണം ചെയ്ത കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുത്ത കത്തിൽ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് അതുണ്ട്. അതാണ് വസ്തുത എന്നിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതെല്ലാം അറിയുന്ന ആളുകൾക്ക് ഈ വസ്തുതകൾ അറിയാം. അപ്പോൾ അതുകൊണ്ട് ആശാ വർക്കേഴ്സായിട്ടുള്ള ആ സഹോദരിമാരോട് നമുക്ക് വളരെ അനുഭവമായ സമീപനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർ പറഞ്ഞ പല ആവശ്യങ്ങളും ഗവൺമെൻറ് അത് നടപ്പിലാക്കിയിട്ടുണ്ട്. അക്കാര്യങ്ങൾക്ക് ഒരു സംഘടനയല്ല, പല സംഘടനകളുണ്ട്, അവരായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നേരത്തെ ഇതൊന്നും കൊടുക്കാതെയും ഒരു ഘട്ടത്തിൽ ഈ ആനുകൂല്യം 1000 രൂപയാക്കണമെന്ന് പറഞ്ഞ് നടന്നൊരു സമരമുണ്ട്. 1000 രൂപയാക്കണമെന്ന് പറഞ്ഞ സമരം നടന്നൊരു ഘട്ടമുണ്ട് കേരളത്തിൽ. ഇപ്പോൾ ഉള്ള തരത്തിലല്ല. അന്ന് ഇതൊക്കെ കൊടുക്കാതിരുന്ന ആളുകൾ ഇപ്പോൾ ഇതിന് കുറ്റം വേണേൽ പറയുന്നുണ്ടാവും, ചിലപ്പോൾ രാഷ്ട്രീയമായിട്ടൊക്കെ കാണുന്നുണ്ടാവും, മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ടാവും, UDFും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് നിരന്തരമായി ഇതിങ്ങനെ ഒരു വാർത്ത അങ്ങനെ സൃഷ്ടിച്ച് അവരിങ്ങനെ അതൊരു സംസാരിക്കുന്ന കഴിഞ്ഞ ദിവസം കണ്ടു. പക്ഷേ ഇന്ത്യയിലിപ്പോൾ ഓരോ സംസ്ഥാനങ്ങളുടെ കണക്ക് കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. അവിടെ കൊടുക്കുന്ന ഇത്രയേ ഉള്ളൂ. കേരള ഗവൺമെൻറ് അഭിപ്രായം കേന്ദ്ര ഗവൺമെൻറ് ആശാ വർക്കേഴ്സിന് കൊടുക്കേണ്ടത് മാത്രമല്ല, വിവിധ സ്കീം വർക്കേഴ്സിനുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാണ് സംസ്ഥാന ഗവൺമെൻറ് അഭിപ്രായം. കൃത്യമായ പണം തരണമെന്നുള്ള അഭിപ്രായമുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ ഇനിയും തുടരും. കേന്ദ്രം ഈ സ്കീമുകൾ തരേണ്ടതിനാണ്. അല്ല, സമരം അവർ സമരം ചെയ്തിട്ട് ബന്ധപ്പെട്ട ആളുകൾ അവരെ വിളിച്ചു സംസാരിച്ചിട്ടുണ്ട്. കുറേയേറെ കാര്യങ്ങളിൽ പരിഹാരം വന്നിട്ടുണ്ട്. സമരം അവർക്ക് സമരം ചെയ്യുന്നതിന് ഓരോ സംഘടനകൾക്കുള്ള അല്ലെങ്കിൽ വ്യക്തികൾക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതല്ല, ഇതിനകത്ത് എങ്ങനെയാണ് ഗവൺമെൻറ് കണ്ടത്? അവരുമായിട്ട് ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു, അതിനുശേഷം ചില തീരുമാനങ്ങൾ വന്നു. അപ്പോൾ ആ കാര്യം ജനങ്ങൾക്ക് മനസ്സിലാവും, മഹാഭൂരിപക്ഷം വരുന്ന ആശാപ്രവർത്തകർക്ക് മനസ്സിലാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതിന് സമരം ചെയ്യുന്നവരുടെ കാര്യത്തിലൊന്നും നമുക്ക് വേറെ അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല, അല്ല അവരെ എന്തെങ്കിലും കുറ്റം പറയാനൊന്നുമില്ല. എന്നാൽ ഇക്കാര്യത്തിനകത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ ചർച്ച വിളിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. പരിഹരിക്കാൻ പറ്റുന്ന കുറേയേറെ കാര്യങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. നമ്മളിനിയിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നേരത്തെ ആവശ്യപ്പെട്ടതാണ്. വെറുതെ ഒരു പ്രസ്താവനയുടെ ഭാഗമായിട്ടല്ല, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായമായി ധനകാര്യ വകുപ്പ് മന്ത്രിമാരെ വിളിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി വിളിച്ച പ്രീ ബഡ്ജറ്റ് മീറ്റിങ്ങിൽ ആകെ അവതരിപ്പിച്ച 14 ആവശ്യങ്ങളിലൊന്ന് ആശ, അംഗൻവാടി, മറ്റു മേഖലകളിലെ സ്കീം വർക്കേഴ്സിൻ്റെ ആനുകൂല്യം വർദ്ധിപ്പിക്കണം. അത് നിശ്ചയിച്ചിട്ട് കാലം കുറേയേറെയായി. നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം ഉദാഹരണം പറഞ്ഞ എല്ലാ കാര്യവും നിങ്ങളും കൊടുക്കില്ല, അത് വേറെ തരത്തിൽ അത് ഉപയോഗിക്കപ്പെടും. പക്ഷേ നമ്മൾ ഈ ജോലിയെടുക്കുന്ന ആളുകളെ എല്ലാവരെയും നമ്മുടെ ഏറ്റവും അടുത്ത പ്രവർത്തകരായി കാണുന്നവരാണ് ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ആയാലും അവിടെ ആയാലും നിൽക്കുമ്പോൾ അവരുടെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. പാചക തൊഴിലാളികൾക്ക് കേവലം 600 രൂപയാണ് ഒരു മാസം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. അത് തന്നെ മാസങ്ങളോളം കുടിശ്ശികയാണ്. അവിടെയാണ് നമ്മൾ 12,000 രൂപ കൊടുക്കുന്നത്. അവർ പറയുന്നത് ഒരു ദിവസം 20 രൂപ കൂലി മതി, പാചകം ചെയ്യുന്നതിനല്ലേ. അങ്ങനെയാണ് 600 രൂപ. 600 രൂപ ഇല്ല, എല്ലാ ദിവസവും വർക്കിംഗ് ഡേ അല്ല, സ്കൂൾ ദിവസം. പക്ഷേ അവിടെ 600 രൂപയാണ് കേന്ദ്രം കൊടുക്കുന്നത്. ആ സ്കീമിൽ അങ്ങനെ പോരാ എന്നുള്ളത് കൊണ്ടാണ് കേരളം 12,000 രൂപ കൊടുക്കുന്നത്. ഇതുപോലെ ഓരോ മേഖലയിലും അങ്ങനെയാണ്. പക്ഷേ നമ്മളവിടെ ആവശ്യപ്പെട്ടു, നമ്മൾ മാത്രമല്ല, ഒരു 4-5 സ്റ്റേറ്റുകൾ ആവശ്യപ്പെട്ടു. നമ്മളാണ് അതിനകത്ത് കൃത്യമായി നമ്മൾ അവതരിപ്പിച്ച് തന്നെ എഴുതി കൊടുത്തതിനകത്തുണ്ട്. നിങ്ങൾക്ക് അന്ന് കൊടുത്ത മെമ്മോറാണ്ടത്തിൻ്റെ കോപ്പി എടുക്കാം. അത് ഈ സ്കീം വർക്കേഴ്സിൻ്റെ പണം കേന്ദ്രം വെക്കുന്നത് കൂട്ടിത്തരണം. ഇനിയും ആയാലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ പ്രവർത്തനം നമ്മൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഇക്കാര്യത്തിനകത്ത് വളരെ തുറന്ന സമീപനമാണ് എടുത്തേക്കുന്നത്.
ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഇക്കാര്യം ചർച്ച ചെയ്തു, കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. അതിൽ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടി ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ ഈ സമരം ഇങ്ങനെ തീരാതെ പോകുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുള്ളതായിട്ട് തോന്നുന്നുണ്ട്. കാര്യം ചർച്ച നടത്തി പല കാര്യങ്ങൾക്ക് നീക്കുപോക്ക് വന്നതായി പറയുമ്പോൾ തന്നെ ഇത്രയും രൂപ പൈസ കൊടുക്കുകയും ചെയ്യുന്നു. എന്നിട്ടും ഇതിങ്ങനെ അവസാനിക്കാതെ അത് ഞാനതിനെപ്പറ്റി ഒരു ഊഹത്തിനും സംസാരത്തിനും തയ്യാറാവുന്നില്ല. നിങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നടത്തുന്ന ആളുകളാണ്. നിങ്ങളത് നോക്കുക. പക്ഷേ ഒരു സാധാരണഗതിയിലൊരു കാര്യം വന്നു കഴിഞ്ഞാൽ അവരുടെ ചർച്ച ചെയ്തു, പൊതുവിൽ സംഘടനകളെ ചർച്ച ചെയ്തു. ധാരാളം സംഘടന കേരളത്തിൽ ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ധാരാളം സംഘടനകളുണ്ട്. അവരുമായിട്ട് ചർച്ച ചെയ്തിരുന്നു, കുറച്ച് കാര്യങ്ങൾ വന്നു.